അടിപൊളിയായിട്ടുള്ള 2 ഫ്ലവറിങ് പ്ലാന്റ് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ രണ്ടും നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഒരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. ലീഫിലൊക്കെ ആണെങ്കിലും നല്ലൊരു ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. നമുക്ക് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഒന്ന് കാണാം. 2 പ്ലാന്റ്സും നമുക്ക് സെയിലിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വാങ്ങാവുന്നതാണ്. നമുക്ക് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത്. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് മാത്രമേ പ്ലാന്റ്സ് അയക്കുള്ളൂ. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 2 പ്ലാന്റ്സിലും ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ. ഒന്നൊരു ഇച്ചിരി ലൈറ്റ് ഷെയ്ഡാണ്, ഒന്ന് ഡാർക്ക് ഷെയ്ഡാണ്. ഇത് നിക്കോഡിയാണ്. നിക്കോഡിയയുടെ ലീഫ് ഒരു ആഷ് കളർ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറായിരിക്കും. ഇത് ബ്ലൂബ്രേ ആണ്. വിയറ്റ്നാമീസ് ബ്ലൂബ്രയ എന്നും ഈ ഒരു പ്ലാന്റിന് പറയും. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് ബോൺസായി ആയിട്ട് വളർത്താനും നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവും. നല്ലൊരു ട്രീ ഒക്കെ പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. കുറച്ച് സമയം എടുക്കും ഇതുപോലെ ഗ്രോത്തായി വരാൻ. നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റാണ് നമുക്ക് ഈ ഒരു ബ്ലൂബ്രയയുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബ്ലൂബ്രയയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 300 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ സൈസിലുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ബോൺസായി ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മളൊന്ന് വളർത്തി നോക്കി ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ലീഫിൽ കൂടി ഇതുപോലൊരു കളർ വരുന്നതും നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതായിട്ടുള്ളൊരു പ്ലാന്റാണ് നിക്കോഡിയ പ്ലാന്റ്. അപ്പോൾ നിക്കോഡിയ പ്ലാന്റും ബ്ലൂബ്രയ പോലെ തന്നെയാണ്. രണ്ടും ഒരേ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും നല്ല മണൽ മിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചരലിലുള്ള പ്ലാന്റ് ആയിരിക്കും. ഈ മണ്ണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പ്ലാന്റ് വളർത്തുന്ന കാര്യത്തിൽ നല്ല ചരലുള്ള മണ്ണിൽ വേണം ഈ പ്ലാന്റ് നമ്മൾ വളർത്താൻ. ഒത്തിരി വളങ്ങളൊന്നും ആവശ്യമില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിയുമ്പം നന്നായിട്ട് ചരലുള്ള മണ്ണിൽ അല്ലെങ്കിൽ നന്നായിട്ട് മണൽ മിക്സ് ചെയ്ത് നന്നായി വെള്ളം വാർന്നു പോകുന്നൊരു മിക്സിൽ വേണം നമ്മൾ ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ. ഇതിലും ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബ്ലൂബ്രയയുടെ പ്ലാന്റ് അല്ലെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ അടുത്തുനിന്ന് കാണണമെങ്കിൽ ഒന്നും കൂടി കാണിച്ചു തന്നതാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. നല്ല സൺലൈറ്റുള്ള ഭാഗത്ത് വേണം 2 പ്ലാന്റും നമ്മൾ വളർത്താൻ. അതുപോലെ തന്നെ എന്നും നനച്ചു കൊടുക്കുക. ഒരു പാകത്തിന് നനവ് കൊടുക്കുക. മണൽ മിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചരലിലിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് തന്നെ വാർന്നു പോയിക്കോളും. അപ്പോൾ ഡെയിലി നമുക്ക് നനയ്ക്കാം, നല്ല സൺലൈറ്റിൽ വയ്ക്കാം. നമുക്ക് 3 മാസമൊക്കെ കൂടുമ്പോൾ മാത്രം ഇതിന് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ചാണകപ്പൊടി, കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 പ്ലാന്റും ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഇതിന് മുമ്പ് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ളവരും ഫീഡ്ബാക്ക്സ് കമൻറ്റ്സിലൂടെ അറിയിക്കുക. ചാനലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.